Hello, good evening, Makale. Welcome to 90 Plus India's first animated live tuition. Hello, good evening, Afan. Today. Good evening, sir. Good evening. എന്താണ് പരിപാടി? Good evening, sir. Good evening, മോനെ. എന്താണ് ചായ കുടിച്ചോ രണ്ടുപേരും? സ്കൂളിലൊന്നും പോയില്ല? സ്കൂളിലൊക്കെ പോയി. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ഒരു കുഞ്ഞ് ചാപ്റ്ററും കൂടെ പഠിക്കാനുള്ളൂ എന്ന് അറിയാലോ. വളരെ ഈസി ആയിട്ടുള്ള ലാസ്റ്റ് ചാപ്റ്റർ. അങ്ങനെ നമ്മുടെ 9th പോർഷൻസ് ഇന്നത്തോടുകൂടി കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ. അപ്പോ എന്താടാ ഒരു വിഷമം അഫാനെ? 9th ക്ലാസ് തീർന്നു. ഓക്കെ. അപ്പോ നമുക്ക് ഒരു ചാപ്റ്റർ കൂടിയാണ് ഉള്ളത്. SS1 ലാസ്റ്റ് ചാപ്റ്റർ ആണ്. 8th ചാപ്റ്റർ ആണ് കേട്ടോ. ടുവേർഡ്സ് എ ജെൻഡർ ന്യൂട്രൽ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. ആ ചാപ്റ്റർ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ്ലി തീർന്നു കേട്ടോ. അത് ഫുള്ളി നമുക്ക് തീർന്നു. ഇതിനകത്ത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ ഈ ചാപ്റ്ററിനകത്ത്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സുകളാണ്. എന്താണെന്ന് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ 8th ചാപ്റ്റർ എടുത്തോളൂ. ടുവേർഡ്സ് എ ജെൻഡർ ന്യൂട്രൽ സൊസൈറ്റി. ഈ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ കേട്ടോ. ബുക്കൊക്കെ ഉണ്ടോ അഫാനെ? തപ്പിക്കൊണ്ടിരിക്കുകയാണല്ലോ. കിട്ടിയാ? ഓക്കെ ശരി. അൻസില തിരിച്ച് ബാക്ക് ഫോളോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് ഫോളോ ചെയ്തിട്ടുണ്ടെന്ന്. ഓക്കെ. അപ്പോ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മള് ആദ്യം തന്നെ ഒരു ഡിഫറൻസിയേഷൻ ആണ് പഠിക്കാനായിട്ട് പോകുന്നുണ്ടാവും കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മുടെ ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരു പിക്ചർ തുടക്കം തന്നെ കൊടുത്തിരിക്കുന്നത് കണ്ടോ? തുടക്കത്തില് ചാപ്റ്ററിന്റെ തുടക്കത്തിൽ ഉണ്ട് അല്ലെ? അപ്പൊ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് എന്താ? ജെൻഡർ ആൻഡ് സെക്സ് ആർ ഡിസ്റ്റിങ് കൺസെപ്റ്റ്. ഇൻഡിവിജ്വൽസ് ഹാവ് റൈറ്റ് ടു സെൽഫ് ഐഡന്റിഫൈ ദെയർ ജെൻഡർ. അപ്പൊ ഇതിനകത്ത് അത് ആരാ പറഞ്ഞിരിക്കുന്നത്? ഹോണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള. കേരളത്തിന്റെ ഹൈക്കോർട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എന്താ? ജെൻഡർ എന്ന് പറയുന്നതും സെക്സ് എന്ന് പറയുന്നതും രണ്ട് കൺസെപ്റ്റുകളാണ്. ഒരു വ്യക്തിയുടെ ജെൻഡർ എന്ന് പറയുന്നതും അയാളുടെ സെക്സ് എന്ന് പറയുന്നതും രണ്ടും ഡിഫറെന്റ് ആണെന്നാണ് പറയാം. അപ്പോൾ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ജെൻഡർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്നും കൂടിയാണ് നമ്മുടെ കേരള ഹൈക്കോടതി പറയുന്നത്. ഓക്കെ. അപ്പോൾ കേരള ഹൈക്കോടതിയുടെ ആ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് പ്രകാരം ജെൻഡർ എന്ന് പറയുന്നത് സെക്സ് എന്ന് പറയുന്നത് രണ്ട് ഡിഫറെന്റ് കൺസെപ്റ്റുകളാണ്. ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ജെൻഡർ ചൂസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അയാൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള അവകാശം അയാൾക്കുണ്ട്. ഓക്കെ. ഇപ്പോ നമ്മളിപ്പോ ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ കേട്ടിട്ടില്ലേ? ട്രാൻസ്ജെൻഡേഴ്സിനെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? അപ്പോ അവര് മേ ബി ലൈക്ക് ഒരു മെൻ ആയിട്ടുള്ള ആള് വുമൺ ആയിട്ട് മാറിയതായിരിക്കും, ഒരു വുമൺ ആയിട്ടുള്ള ആള് മെൻ ആയിട്ട് മാറിയേക്കുന്നതായിരിക്കും. അങ്ങനെ അവർക്ക് അവരുടെ ഐഡന്റിറ്റി എന്താണോ അത് ചൂസ് ചെയ്യാനുള്ള അവകാശം ഉണ്ട് എന്നാണ് നമ്മുടെ കേരള ഹൈക്കോടതി പറയുന്നത്. ഓക്കെ. അപ്പോ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ചാപ്റ്റർ ഹോൾ ആയിട്ട് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ എന്താണ് സെക്സ്, എന്താണ് ജെൻഡർ, അതിന്റെ വേരിയേഷൻസ് എന്തൊക്കെയാണ് കണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ഈ ചാപ്റ്റർ. ഓക്കെ. എനിക്കാണ് ഓളിയും കുറച്ച് ഓക്കെ. എടാ നാജിലെ, എന്താണ് ഈ എക്സാം ഒക്കെ ആയപ്പോഴത്തേന് കൈ കാണിച്ചു വെച്ചിരിക്കുന്നേ? ഞാൻ നിന്നെ ഓടിക്കും കേട്ടോ. ഞാൻ എപ്പോഴും പറയണേ ഓരോ വള്ളി ഉണ്ടാക്കി വെക്കരുന്ന് കൈ ഓടിച്ചു വെച്ചിട്ട് അവൻ. വികലാംഗ പെൻഷൻ അപ്ലൈ ചെയ്തോ? അപ്പൊ തന്നെ അപ്ലൈ ചെയ്താൽ കിട്ടും. വേണ്ട. നല്ല കാര്യം. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇനി സുഖമാണല്ലോ കുറച്ചു ദിവസത്തേക്ക്. സ്കൂളിലൊന്നും പോകണ്ട, വീട്ടില് വെറുതെ ഇരുന്നാ മതി. എന്തായാലും റെസ്റ്റ് എടുക്കട്ടാ. നീ റെസ്റ്റ് എടുത്ത ഇതേതാ പാടുന്ന? ക്ലാസ് തുടങ്ങി കഴിഞ്ഞിട്ട് കേറി വന്നിട്ട് ഇതേതാ പാടുന്നു? 8th ചാപ്റ്റർ ടുവേർഡ്സ് എ ജെൻഡർ ന്യൂട്രൽ സൊസൈറ്റി. ഓക്കെ. ലാസ്റ്റ് ചാപ്റ്റർ. ഓക്കെ. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് സെക്സ്, എന്താണ് ജെൻഡർ, ഇതിന്റെ ഡിഫറൻസിയേഷൻ ആണ്. കഴിഞ്ഞ തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഞാൻ ഒരു മിനിറ്റ് കേട്ടോ മക്കളെ. തനുഷേ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്. ഇന്നലെ വൈകിട്ട് 9:30 മുൻപ് ഞാനൊരു സാധനം അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേർ ഇസ് യുവർ നോട്ട്? ഇൻകംപ്ലീറ്റ് ആയിരുന്നു. ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യാനാണോ നിന്റെ അടുത്ത് പറഞ്ഞേ?
ഇൻകംപ്ലീറ്റ് ആണ് എന്ന് എനിക്കറിയാം. അത് കംപ്ലീറ്റ് ചെയ്ത് 9:30 മുമ്പ് എനിക്ക് അയച്ചു തരാനാണോ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞേ? ആണോ? എന്തുകൊണ്ട് ചെയ്തില്ല? എന്തെങ്കിലും റീസൺ ഉണ്ടോ? എന്തെങ്കിലും റീസൺ ഉണ്ടോ? എന്തോ 8th ചാപ്റ്റർ ഇനിക ഇപ്പോഴല്ലേ ഞാൻ ചാപ്റ്റർ നെയിം ഒക്കെ കാണിച്ചത്. തനുഷിന്റെ പേരന്റിനെ വിളിച്ചേ. തനുഷിന്റെ പേരന്റിനെ വിളിച്ചേ. വാട്ട്? വേഗം പേരന്റിനെ വിളിച്ചേ. എന്തായാലും പറയാണെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയൂട്ടാ. ഹലോ മാം, പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഇന്നലെ ഞാൻ ആളുടെ എടുത്തിട്ട് ആൾ ഇന്നലെ നോട്ട്സ് കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. പിന്നെ 7:15 ക്ലാസ്സിൽ നിന്ന് തന്നെ ലീവ് ചെയ്ത് പോവുകയും ചെയ്തു. 7:15 ക്ലാസ് തീർന്നു എന്ന് പറഞ്ഞിട്ട് ആള് തന്നെ തീരുമാനിച്ച ആള് തന്നെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടായി. അപ്പോ 7:30 ആയപ്പോഴാണ് പിന്നീട് മിസ് വിളിച്ച് പറഞ്ഞ് വീണ്ടും ജോയിൻ ചെയ്തത്. അപ്പൊ അത്രയും ഭാഗത്തെ നോട്ടുകളും ഇന്നത്തെ ക്ലാസ്സിലെ നോട്ടുകളൊന്നും ഇന്നലത്തെ ടോട്ടലി എഴുതിയിട്ടില്ല ആള്. അപ്പൊ അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് ഇന്നലത്തെ ആ ലിങ്ക് ടീച്ചറിന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് ഇന്നലെ തന്നെ ഒന്ന് രാത്രിക്കുള്ളിൽ ഒന്ന് അയക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുവരെ ഒന്നും എഴുതിയിട്ടില്ല എന്നുള്ളതാണ് ആള് പറഞ്ഞിട്ടുള്ളത്. ഒന്നും എഴുതിയിട്ടില്ല. എന്താ മാം ചെയ്യണ്ടേ? അത് ചാപ്റ്ററിന്റെ ഒരു മിഡിൽ പോർഷൻ ആണ്. അതിന് മുന്നത്തെ കാര്യം അതിന് ബാക്കിലോട്ടുള്ള കാര്യങ്ങളൊന്നും ആളെ എഴുതിയിട്ടില്ല എന്തായാലും. കാരണം ആ ഒരു ഹോൾ ചാപ്റ്റർ ഉണ്ട്. 8th ചാപ്റ്റർ ജോഗ്രഫിയുടെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള 8th ചാപ്റ്റർ എലോങ് ദ കോസ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ഹോൾ നോട്ടാണ് ഞാൻ ഏറ്റവും ചുരുക്കി അണ്ടർലൈൻ ചെയ്ത് മാത്രമാണ് ഇവർക്ക് കൊടുത്തത്. അത് മാത്രമേ ഞാൻ എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ഫുൾ ഓൺ നോട്ടുകളൊക്കെ എഴുതാൻ ഞാൻ ഒരിക്കലും ഇവരോട് പറഞ്ഞിട്ടില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് എഴുതാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് അയച്ചു തരാൻ പറഞ്ഞിട്ട് ഇതുവരെ ഞാൻ ഇടയ്ക്കിടയ്ക്കുള്ള ക്ലാസ്സുകളിലൊക്കെ പറയുന്നുണ്ട്, മോന്റെ നോട്ട് ഒരു ചാപ്റ്റർ എങ്കിലും എനിക്ക് ഈ വർഷം ഒന്ന് കാണണമെന്ന്. ഇതുവരെ ഒരു ഒറ്റ നോട്ട് ആളുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇന്ന് തന്നെ ആ ചാപ്റ്റർ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് ആ നോട്ട് ഒന്ന് അയച്ചു തരണേ. ഓക്കെ. 8th ചാപ്റ്റർ ആയിട്ടുള്ള എലോങ് ദ കോസ്റ്റ്. ഓക്കെ, തനുഷ് മ്യൂട്ട് ചെയ്തോ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത് എന്താണ് സെക്സ്, എന്താണ് ജെൻഡർ, ഇതിന്റെ അതിന്റെ ഡിഫറൻസിയേഷൻ എന്താണെന്നുള്ളതാണ് കേട്ടോ. അപ്പോ സെക്സ് റെഫേഴ്സ് ടു ദ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഡിഫൈൻ മെയിൽ ആൻഡ് ഫീമെയിൽ. അതായത് സെക്സ് എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ നോക്കുകയാണ്, അയാൾ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നാണ് സെക്സ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച് എല്ലാവരും. Sex refers to the biological. Then underlined ആണ്. ഓക്കെ റീഡ് ചെയ്തോളൂ കേട്ടോ. ഇല്ല, ഒപ്പം റീഡ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പോ ഒരു വ്യക്തി മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു ബയോളജിക്കൽ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം നോക്കി കഴിയുമ്പോൾ അയാൾ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ സെക്സ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് റെഫേഴ്സ് ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഇൻ ക്രോമസോം, ഫിസിക്കൽ സ്ട്രക്ചേഴ്സ്, ഹോർമോൺസ്, ജെനിറ്റേലിയ ആൻഡ് അതർ ഫിസിക്കൽ ഫാക്ടേഴ്സ്. അതായത് ഒരു വ്യക്തിനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ടോട്ടൽ ഒരു ഫിസിക്കൽ സ്ട്രക്ചർ നോക്കുവാണ്, അല്ലെങ്കിൽ ക്രോമസോംസ് നോക്കുവാണ്. നമ്മൾ ബയോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ, മെയിലിന്റെ ക്രോമസോംസ് ആണെങ്കിലും ഫീമെയിൽ ക്രോമസോംസ് ആണെങ്കിലും വേരിയേഷൻസ് ഉണ്ട്. പഠിച്ചിട്ടുണ്ടോ? ഓർക്കുന്നുണ്ടോ? ബയോളജി റീപ്രൊഡക്ഷൻ ചാപ്റ്റർ ഒക്കെ പഠിച്ചപ്പോ അതിനകത്തൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ, ക്രോമസോംസിന്റെ ഒക്കെ വേരിയേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. യെസ്. അപ്പൊ ക്രോമസോംസ് നോക്കുവാണെങ്കിലോ ഒരു വ്യക്തിയുടെ ഫിസിക്കൽ സ്ട്രക്ചർ നോക്കുവാണ്. ഇപ്പൊ ഒരു വ്യക്തിയെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്നെ സ്ട്രെയിറ്റ് അല്ല നോക്കുവാണ്, ഒരു കറക്റ്റ് എങ്ങനെയാണ് ആളുള്ളത്, അയാളുടെ ഫിസിക്കൽ സ്ട്രക്ചർ എങ്ങനെയാണ്, കണ്ടിട്ട് ഒരു മെയിൽ ആയിട്ടാണോ തോന്നുന്നത്, ഒരു ഫീമെയിൽ ആയിട്ടാണോ തോന്നുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ
ഹോർമോൺസ്, ജീന്. ഓരോ വ്യക്തികളുടെ ജീനുകളുണ്ട്, ഓരോ വ്യക്തികളും ജീൻസ് ഡിഫറൻസ് ആണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഫിസിക്കൽ ഫാക്ടേഴ്സ്, ഇപ്പോ എന്താ ലൈക്ക് നമ്മുടെ ഓർഗൻസ് അനുസരിച്ചും നമുക്ക് എന്താ വേരിയേഷൻസ് ഉണ്ടാവും അല്ലെ. അപ്പോ ഇങ്ങനെ ഒരു വ്യക്തിനെ അതിന്റെ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് നമ്മള് മെയിൽ ആണോ ഫീമെയിൽ ആണോ പുരുഷനാണോ സ്ത്രീ ആണോ എന്ന് നമ്മള് ഡിഫർ ചെയ്യുന്ന ആ ഒരു ഹെഡിങ്ങിനെയാണ് നമ്മൾ സെക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ കേട്ടോ. അപ്പോ സെക്സ് refers to the biological characteristics that define males and female. ഓക്കെ, അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാവോ? ഒരു തവണ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കി എല്ലാരും. വായിച്ചോ? വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ബാക്കിയുള്ളവരും കൂടെ വേഗം വായിച്ച്. അഭിനവേ, ഇന്നും ഇരുന്ന് ഉറങ്ങാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടും കേട്ടോ. ഇന്നലെ ഹോൾ 2 അവർ ക്ലാസ്സിൽ എത്തി ഇരുന്ന് ഉറക്കമായിരുന്നു. ഞാൻ അതാ പറഞ്ഞത്, ഞാൻ ഒരു ചെറിയ സ്പേസ് വരുമ്പോഴത്തേനും നിങ്ങൾ ഇങ്ങനെ തലേ കയറി നിരങ്ങാണ്. ഒരു പറയണ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്തിനാ പഠിക്കാൻ പറഞ്ഞു വന്നിരിക്കുന്നത്? നീ ഇത് വായിച്ചോ? എന്നിട്ട് വല്ല മനസ്സിലായോ? ചെറുതായിട്ട്. ഓക്കെ, അപ്പൊ സെക്സ് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു വ്യക്തിയുടെ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട്. ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെ പെടും? അല്ല, ക്രോമസോംസ് പെടും, അല്ല ഫിസിക്കൽ സ്ട്രക്ചർ പെടും, ഹോർമോൺസ് പെടും, ജീൻസ് പെടും, അതുപോലെ തന്നെ എന്താ ബാക്കിയുള്ള ഫിസിക്കൽ ഫാക്ടേഴ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നുണ്ടാവും. ഇങ്ങനെയുള്ള എല്ലാ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റും വെച്ച് നോക്കുവാണ് അദ്ദേഹം എന്താണ്, അല്ലെങ്കിൽ എന്താ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുമായിരിക്കും ചെയ്യുന്നുണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സെക്സ് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ കേട്ടോ. പിന്നെ നോക്കിക്കോ, അതിന്റെ കുറച്ചുകൂടി ഒരു ഡിഫറൻസിയേഷൻസിലേക്ക് ചെല്ലുവാണ്. എന്താണ് ജെൻഡർ എന്ന് നമ്മൾ നോക്കാൻ പോവാണ് കേട്ടോ. അഭിനവ് എന്തേലും പറഞ്ഞോ? പറ. കുഞ്ഞെ, നീ 9ാം ക്ലാസ്സിൽ തന്നെയാണോ പഠിക്കുന്നത്? ബയോളജി പഠിക്കാനുണ്ടാവോ? ബയോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്ട് പഠിക്കാനുണ്ടാവോ? അതിനകത്ത് ഇതുവരെ കേൾക്കാത്ത വാക്കാണ് ക്രോമസോം എന്ന് പറയുന്നത്. സ്കൂളില് ശ്രദ്ധിക്കില്ല, ഇവിടെ ശ്രദ്ധിക്കില്ലാത്തുള്ളതിന്റെ ഒക്കെ ഒരു ലക്ഷണങ്ങളാ ഇതൊക്കെ. എടാ, ഒരു ബയോളജി ടെക്സ്റ്റ് അല്ലെങ്കിൽ ബേസിക് സയൻസിന്റെ ടെക്സ്റ്റിനകത്ത് 7ാം ക്ലാസ് തൊട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതാണ് എന്താണ് ക്രോമസോം എന്നുള്ളത് പഠിക്കാനുണ്ട്. സോഷ്യൽ സയൻസിൽ ജസ്റ്റ് അതെനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമേ ഇല്ല. എന്നിട്ടും ഞാൻ എന്താണെന്നുള്ളത് കൂടുതലായിട്ട് ഡിഫൈൻ ചെയ്ത് പോകുന്നുണ്ട്. എന്താ ക്രോമസോംസ്? എന്താ ഇനിക ക്രോമസോംസ്? ആർക്കും ഒരു ഐഡിയ ഇല്ലെന്ന് തോന്നുന്നു. വെറുതെ അല്ല. എന്താ ഇനിക പറഞ്ഞേ? ക്രോമസോംസ് എന്താണ്? ദൈവമേ, ഓരോ വ്യക്തികളുടെ ജീനുകളെ അനുസരിച്ച്, ജെനിറ്റേലിയ മീൻസ് ലൈക്ക് അയാളുടെ ജീനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് പരമ്പരാഗതമായിട്ട് നമ്മുടെ പേരൻസിന്റെ ജീനുകളാണ് ഉള്ളത്. ഓക്കെ, എന്തോ ജീൻസ് എന്ന് പറയുന്നത് DNA തന്നെയാണ് കേട്ടോ. ക്രോമസോം DNA ആണോ? ഞാൻ ആലോചിക്കും, നിങ്ങൾ സ്കൂളിൽ പോയിട്ടില്ല? നിങ്ങൾ എല്ലാവരും സ്കൂളിൽ പോവാണ്ട് ഇതുവരെ പാഠം ഇതുവരെ വായിക്കാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ബയോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല? അല്ല, എനിക്ക് ശരിക്കും ഞാൻ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല എന്നൊക്കെ പറയണത് എനിക്ക് വണ്ടറാണ്. ഇതൊക്കെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 7ല് പഠിക്കാനുണ്ട്, 8ല് പഠിക്കാനുണ്ട്, 9ല് ഒരു ഹോൾ ചാപ്റ്റർ. എന്ത് ടെക്സ്റ്റ്?
അതൊക്കെ ഉണ്ട് എന്റെ കുഞ്ഞെ. ടെക്സ്റ്റ് മാറുന്നതിന് മുമ്പും ഉണ്ട്. ടെക്സ്റ്റ് യൂസായിട്ട് എന്താ ബന്ധം ഞാൻ ആലോചിക്കുന്നത്. എന്താ എനിക്ക് പറയുന്ന വേർഡുകളൊന്നും എനിക്ക് ഇവിടെ പറയുന്നില്ല. അതുപോലെ നിങ്ങൾ ഇങ്ങനെ ആൻസർ പറയുന്നത്. എടാ നിങ്ങൾ ഇതുവരെ ഒന്നും കേട്ടിട്ടില്ല ഹൃദയ് ഇങ്ങനെയുള്ള വാക്കുകൾ? ഹൃദയ്, അഫാൻ, ക്രോമസോംസിനെ പറ്റി ഒന്നും കേട്ടിട്ടേ ഇല്ല? കേട്ടിട്ടൊക്കെ ഉണ്ട്. ഏത് ക്ലാസ്സിലാണ് പഠിക്കാനുള്ളത്? ഈ വർഷം പഠിച്ചിട്ടുണ്ടോ ബയോളജിയില്? ഇപ്പൊ മനസ്സിലായല്ലേ? ഞാൻ രണ്ട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോ മനസ്സിലായിരുന്നല്ലേ? ശരിയടാ. അഫാനെ 7ാം ക്ലാസ്സിൽ പഠിക്കാറുണ്ട്. പിന്നെ 9ൽ പഠിക്കാറുണ്ട്, 10ലും പഠിക്കാറുണ്ട്. 10 ചെല്ലുമ്പോ ഇനി ഇത് കുറച്ചുകൂടെ കൂടുതലായിട്ട് പഠിക്കും. 9ലാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് ഈ ക്രോമസോംസിന്റെ കാര്യങ്ങളും റീപ്രൊഡക്ഷന്റെ കാര്യങ്ങളും എല്ലാം പഠിച്ചു പോകുന്നത്. എന്നിട്ടും ഒരു കാര്യമില്ല സ്കൂളിൽ പോയിട്ടെന്നാണ് ഇതിന്റെയൊക്കെ ഒരു സൂചന. എനിക്കത് ജസ്റ്റ് അതിലേക്കൊന്നും കടക്കേണ്ട ആവശ്യമേ ഇല്ല. അത് എന്താണെന്നൊന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് ലൈക്ക് ഒന്നുകൂടെ ഒന്ന് ഓർത്തെടുത്തോടെ എന്ന് ഞാൻ വിശദീകരിച്ച് തന്നേ ഉള്ളൂ. പിന്നെ ജസ്റ്റ് ആ വേർഡ് പറഞ്ഞു വിട്ടാ മതി. എന്തായാലും നോക്ക്, ജെൻഡർ. ഓക്കെ, അപ്പൊ ഓരോന്നും ഇടയ്ക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വേർഡ്സുകൾ വരുമ്പോൾ ഞാൻ അത് ഡിഫൈൻ ചെയ്ത് തരാം. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് അറിയാം. സോ എന്തായാലും ആ വേർഡുകൾ വരുമ്പോൾ ഞാൻ ഡിഫൈൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ ജെൻഡറിലേക്ക് നോക്കിക്കേ. ജെൻഡർ refers to the social, cultural, psychological characteristics associated with the categories of male and female through particular social context. For example, some societies consider pink as the color for women and blue as the color for men. അതായത് നമ്മുടെ സൊസൈറ്റി ഇങ്ങനെ അങ്ങ് തീരുമാനിച്ചു വെച്ചേക്കാണ്. പുരുഷന്മാർ ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ, സ്ത്രീകൾ ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പുരുഷന്മാരുടെ കളർ എന്ന് പറയുന്നത് ബ്ലൂ ആണ്, അതുപോലെ സ്ത്രീകളുടെ കളർ എന്ന് പറയുന്നത് പിങ്ക് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വേരിയേഷൻസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്ത്രീകൾ എങ്ങനെ പെരുമാറാൻ പാടുള്ളൂ, പുരുഷന്മാർ ഇങ്ങനെ പെരുമാറാൻ പാടുള്ളൂ, ലൈക്ക് ഇങ്ങനെ നടക്കാൻ പാടുള്ളൂ, ഇങ്ങനെ വർത്തമാനം പറയാൻ പാടുള്ളൂ, പുരുഷന്മാർ കരയാൻ പാടില്ല, സ്ത്രീകൾ അടുക്കളപ്പണിയൊക്കെ ചെയ്യണം. അങ്ങനെ കുറെ എന്താ സോഷ്യൽ കോണ്ടാക്ട്സുകൾ നമ്മുടെ ബാക്കിൽ ഇങ്ങനെ ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ അതായത് ഈ പറയുന്ന കൾച്ചറും സോഷ്യൽ ഫാക്ടേഴ്സും സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഒക്കെ വെച്ചിട്ട് ഒരു മനുഷ്യൻ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് കാറ്റഗറി ചെയ്യുന്നതാണെന്ത് ജെൻഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഗേൾസിനോട് നിങ്ങളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലൂ ആയിരിക്കോ പിങ്ക് ആയിരിക്കോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഓഫ് കോഴ്സ് പിങ്ക് ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ അല്ലേ? യെസ്. അപ്പോ സൊസൈറ്റി ഇപ്പോഴും കൺസിഡർ ചെയ്യുന്നത് എന്താ? പിങ്ക് കളർ ഈസ് ഫോർ ലേഡീസ്, അല്ലെങ്കിൽ എന്താ പറയുക വിമൺ, ആൻഡ് ബ്ലൂ കളർ ഈസ് ഫോർ മെൻ. അതായത് നമ്മുടെയൊക്കെ വീട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഷർട്ട് ഉണ്ടാവുന്ന ഏത് കളറിലായിരിക്കും? ബ്ലൂ കളറിൽ, അല്ലെങ്കിൽ ആ ഒരു ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള ഷർട്ടുകളൊക്കെ ആയിരിക്കും നമുക്കൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവുക അല്ലെ? യെസ്, ഓഫ് കോഴ്സ് നമ്മൾ അങ്ങനെ എടുക്കുള്ളൂ. അത് നമ്മുടെ എന്താ ആ ഒരു പാറ്റേൺ ആണത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് വെച്ചിട്ട് ആളുകളെ തരംതിരിക്കുന്ന രീതിക്കാണ് നമ്മൾ ജെൻഡർ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഇത്രയും ഭാഗങ്ങള് അണ്ടർലൈൻ ചെയ്തിട്ട് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. നീ അൺമ്യൂട്ട് ആണ്. ഇവിടെ നിന്ന് ജെൻഡർ എല്ലാവർക്കും വായിച്ചു കൊടുക്കണ്ട, അവര് വായിച്ചോളൂ. നാജിലെ വലത് കൈയോ ഇടത് കൈ ഏതാ ഒടിഞ്ഞേ? ഇടത് കൈ. അപ്പൊ പ്രശ്നമില്ല, ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ചിരി നോക്ക്, ഫുഡ് കഴിക്കണ മാത്രമാണ് പ്രശ്നം, വേറൊന്നും പ്രശ്നമില്ല. ഓക്കെ, കണ്ടു. ഇതല്ലയോ കറക്റ്റ് അല്ലേ? അതെന്താ ഇത് ഈ പറഞ്ഞ ഇങ്ങനല്ലേ? ചെറുതായി ആദ്യം വല്ലതൊക്കെ പഠിക്കാം, എന്നിട്ട് തരാം ലവ് ഹാർട്ട്. ഓക്കെ, എന്തോ ആരത് എന്താ പോലെ എന്ത് പറ്റിയടാ? ഒന്നാമത്തെ പോർഷൻസ് ഒക്കെ കേട്ടേ ഇനി 10ാം ക്ലാസ്സിലോട്ടാടാ.
വേറെ മാഷിനെ പറഞ്ഞൂടാ. ഓക്കെ 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 ശരി. വായിച്ചില്ലേ? എല്ലാരും വായിച്ചോ? അടുത്ത് നോക്കിക്കേ. ജെൻഡർ ഈസ് നെയ്തർ ബയോളജിക്കൽ നോർ കോൺസ്റ്റന്റ്. ജെൻഡർ എന്ന് പറയുന്നത് ബയോളജിക്കൽ ഫാക്ടേഴ്സ് വെച്ചിട്ടൊന്നും ആയിരിക്കില്ല പരിഗണിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ജെൻഡർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് എപ്പോഴും ഒരു ജെൻഡർ തന്നെ ആയിരിക്കണമെന്നുമില്ല. ഓക്കെ, ഇപ്പൊ ഒരു പുരുഷനായിട്ട് ജനിച്ചൊരു ആൾക്ക് അയാളുടെ എന്താ പറയാ, അല്ലെങ്കിൽ അയാളുടെ മൈൻഡ്, തോട്ട്സ്, അല്ലെങ്കിൽ അയാളുടെ ചിന്താഗതികളും അയാൾ നടക്കുന്ന രീതികളും, അങ്ങനെ എല്ലാ രീതികളും എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഫീമെയിലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആവാം. ഓക്കെ, അപ്പൊ അയാൾക്ക് മേ ബി എന്താ, അയാൾക്ക് അയാളുടെ ജെൻഡർ ചേഞ്ച് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ജെൻഡർ എന്ന് പറയുന്നത് ബയോളജിക്കൽ വൈസ് അല്ല, അതുപോലെ തന്നെ അത് കോൺസ്റ്റന്റും ആയിരിക്കില്ല. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ, അത് സ്ഥിരമായിരിക്കില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആൻഡ് ഇറ്റ് ഈസ് അക്വയർഡ് ആൻഡ് സ്ട്രെങ്തൻഡ് ത്രൂ സോഷ്യൽ ഇന്റർവെൻഷൻ. നമ്മൾ സമൂഹവുമായിട്ട് ഇടപഴകുന്ന വഴിയും നമ്മൾ ഓരോ ആൾക്കാരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴും, അല്ലെങ്കിൽ ലൈക്ക് നമ്മൾ എന്താ പുറത്തിറങ്ങി സമൂഹവുമായിട്ട് ഇടപഴകി കഴിയുമ്പോഴൊക്കെയാണ് എന്ത്, നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ചിന്താഗതികൾ എന്താണെന്നൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ അയാൾക്ക് അയാളുടെ ജെൻഡർ അവിടെ ചൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ജെൻഡർ എന്ന് പറയുന്നത് എന്താ, ഒരു സോഷ്യൽ കൺസ്ട്രക്ട് ആണ്. ആൻഡ് ജെൻഡർ ഈസ് എ കൺസെപ്റ്റ് ബിയോണ്ട് സെക്സ്. സെക്സിന് പുറമെ വളരെ വലിയൊരു കൺസെപ്റ്റ് ആണെന്ത്, ഈ പറയുന്ന ജെൻഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ each society has constructed many expectations and behaviors associated with men and women. അതായത് നമ്മുടെ സമൂഹത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ, പുരുഷന്മാർ ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പണ്ടുവട്ടേ ഇങ്ങനെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളോട് ചെക്കന്മാരോട് എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് വീട്ടിൽ പറയാറുണ്ടോ? പണിയൊക്കെ എടുക്കാറുണ്ടോടാ? കഴിച്ച പാത്രമെങ്കിലും കഴുകി വെക്കാറുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഫുഡ് കഴിച്ച പാത്രം വീട്ടിൽ അല്ലെങ്കിൽ ആരാടാ കഴുകുന്നേ? അല്ലെങ്കിൽ ആരാ? യു ഷട്ടപ്പ്. ഞാൻ ഉമ്മാർക്കിട്ട് കൊടുക്കട്ടെ, എന്നിട്ട് വരാം അങ്ങോട്ട്. ഓക്കെ, അല്ലെങ്കിൽ ആരാ അഭിനവ് കഴുകുന്ന വീട്ടിലെ പാത്രമൊക്കെ? അഭിനവ് കഴിച്ച പാത്രം ആരാ കഴുകുക? അമ്മ കഴുകി വെക്കും. അമ്മയുടെ പണി എന്ന് പറയുന്നത് ഡിഷ് വാഷർ എന്നുള്ള ജോബാണോ അമ്മയ്ക്ക്? അല്ല. ഓക്കെ, പോട്ടെ. നിന്റെ ഡ്രസ്സൊക്കെ ആരാ കഴുകുന്നേ? ഓക്കെ, ഞാൻ ജസ്റ്റ് എല്ലാവരുടെ അടുത്തും പൊതുവായിട്ട് ലൈക്ക് ഷർട്ട്, പാന്റ് അങ്ങനെയുള്ള സാധനം പോട്ടെ, ഇന്നേഴ്സ് ഒക്കെ ആരായിരിക്കും കഴുകുന്നുണ്ടാവുക? അതും അമ്മയ്ക്കാ കൊടുക്കുക അല്ലെ? നാണം ഉണ്ടോ? നാണം, ലേശം ഉളുപ്പ്, നാണം, അങ്ങനെ ലേശം ഉളുപ്പോ നാണമുള്ള ആൾക്കാര് കൊടുക്കത്തില്ല കേട്ടോ. ഒരിക്കലും ഈ പറയുന്ന എന്താ സ്ത്രീകൾ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മമാരല്ല നിങ്ങളുടെ ഇന്നേഴ്സ് കഴുകുന്നോ, നിങ്ങളുടെ ഡ്രസ്സ് കഴുകണ്ടോ, നിങ്ങൾ കഴിച്ച പാത്രം കഴുകി വെക്കേണ്ടതൊന്നും നിങ്ങളുടെ അമ്മമാരല്ല. ഈവൻ ഇപ്പൊ നമ്മളോട് പറഞ്ഞു കേൾക്കാറുണ്ട്, മുറ്റം അടിക്കേണ്ട സ്ത്രീകളാണ്, പാത്രം കഴുകേണ്ട സ്ത്രീകളാണ്, പാചകം ചെയ്യേണ്ട സ്ത്രീകളാണ്. എവിടെ? ആര്? ഈ പുരുഷന്മാരുണ്ടാക്കിയാലും എന്ത് ഫുഡ് ഉണ്ടാവും കേട്ടോ. അടുക്കളയുടെ പരിസരത്തോടെ ഏതെങ്കിലും പുരുഷ കേസരികൾ പോവാറുണ്ടോ? അറ്റ്ലീസ്റ്റ് ഒരു മുട്ട പൊരിക്കാനെങ്കിലും ഇത്തരെങ്കിലും അറിയൂടെ? അത് അനന്തും എനിക്കറിയാം, അനന്തും പോവാറുണ്ട്, അതെനിക്ക് ഓക്കെ, ഞാൻ സമ്മതിച്ചു. ആ വിളക്ക് വരെ വെക്കുന്ന ഒരു കൊച്ചിനെ ഞാൻ ആദ്യമായിട്ടാണ് കണ്ടിട്ടുള്ളത്. അഭിമാനിക്കാടാ നിനക്ക്. വേറെ ആർക്കെങ്കിലും അറ്റ്ലീസ്റ്റ് മുട്ട പൊരിക്കാനെങ്കിലും അറിയോ? അറിയാം. ചെയ്യാറുണ്ട്. ഇന്ന് തൊട്ട് കഴിച്ച പാത്രം സ്വന്തമായിട്ട് വാഷ് ചെയ്യാം കേട്ടോ. എല്ലാ ഗേൾസിനോടും ബോയ്സിനോടും ആയിട്ട് പറയാനുള്ളതാ. ഓക്കെ കേട്ടോ, എല്ലാവരും അറ്റ്ലീസ്റ്റ് ഇത്രയും കാര്യങ്ങളെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് അവിടെ ഫുഡ് സമയത്തിന് കിട്ടുന്നുണ്ടല്ലോ, അമ്മേ ഫുഡ്, അമ്മേ വെള്ളം എന്ന് പറയണ നേരം കൊണ്ട് ആ അടുക്കള വാരി ചെന്ന് അത് എടുക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല കേട്ടോ. അത് അടുക്കള വാരി ചെന്ന് സ്വന്തം പാത്രത്തിൽ എന്തോരം ആണോ ആവശ്യം, അവനവന് ആവശ്യമുള്ള എത്രയാണെന്ന് അറിയാലോ. അത് കഴിഞ്ഞിട്ടോ പകുതി നിന്ന് കഴിയുമ്പോ എനിക്കങ്ങ് വേണ്ട എന്ന് പറഞ്ഞ് നീക്കിയിടും. അങ്ങനെയുള്ള പരിപാടികളും ഈ കൂട്ടത്തിലുള്ള ആൾക്കാർക്കുണ്ട്. ഇപ്പൊ അഭിനവിന്റെ അമ്മേനൊക്കെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാവും. ഇല്ല അഭിനവേ?
കറക്റ്റ് അല്ലേ? സാർ എങ്ങനെ എന്റെ വീട്ടിലുള്ള കാര്യമൊക്കെ മനസ്സിലാവുന്ന? ഇവിടെ വല്ല CCTV വെച്ചിട്ടുണ്ടോന്നല്ലേ? എല്ലാം കറക്റ്റാ. ഹൃദയ്, വാട്ട് അബൌട്ട് യു? എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാറുണ്ടോ? ചെലപ്പോ. അതാ പറഞ്ഞ ചെലപ്പോ ആക്കരുത്, അത് ഡെയിലി റുട്ടീൻ ആയിക്കണം. സ്വന്തമായിട്ട് കഴിച്ച പാത്രം ഗ്ലാസ് ഒക്കെ സ്വന്തമായിട്ട് തന്നെ കഴുകി വെച്ചോളാം. വൃത്തിയില്ലായ്മ കുറച്ച് ഉണ്ടാവും, ആദ്യം കഴിയുമ്പോ കുറച്ച് വൃത്തിയില്ലായ്മ ഒക്കെ ഉണ്ടാവും. അതൊക്കെ പതുക്കെ പഠിക്കുള്ളൂ. നമ്മുടെ അമ്മമാര് പിന്നെ എങ്ങനെയാ പഠിച്ചിട്ടുള്ളത്? അവരുടെ അമ്മമാര് പഠിപ്പിച്ച് ആ ഒരു ശീലം കൊണ്ട് തന്നെ പഠിച്ചിട്ടുള്ളത് കേട്ടോ. അച്ഛന്മാരെ ഒന്നും നോക്കണ്ട, അച്ഛന്മാരെ ഒന്നും ഇനി നന്നാക്കാൻ നമുക്ക് പറ്റില്ല കേട്ടോ. അച്ഛന്മാരൊക്കെ എന്തായാലും ഒരു 10-40 വയസ്സിൽ കൂടുതൽ അവർക്ക് ആയിട്ടുണ്ട്. അവരെ ഇനി നന്നാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല. എന്റെ അച്ഛനെയൊക്കെ ഞാൻ പറഞ്ഞു മടുത്ത്, അത് കാര്യമില്ല, നന്നാക്കാൻ പറ്റത്തില്ല അതിനെയൊന്നും. അപ്പൊ അതുപോലെ അവരെ നോക്കണ്ട, നമ്മൾ നമ്മുടെ കാര്യം നോക്കുക. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇനി തൊട്ട് ചെയ്തോണം കേട്ടോ. സ്വന്തം കഴിച്ച പാത്രം, സ്വന്തം ഇന്നേഴ്സ്, ഡ്രസ്സ് ഒന്നും കഴുകിയില്ലെങ്കിലും പ്രശ്നമില്ല, അറ്റ്ലീസ്റ്റ് ഇന്നേഴ്സ് എങ്കിലും കഴുകിയിടുക. ഓക്കെ കേട്ടോ? ഉറപ്പ് വന്നാ പോലെ ഞാൻ അടുത്ത ക്ലാസ്സിലെ റിവിഷന് കയറി വരുമ്പോ എല്ലാവരുടെയും പേരൻസിനെ വിളിച്ചിരുത്തിട്ട് ഞാൻ ചോദിക്കാം, എന്താ പറയുക. എനിക്കാരെ വിളിക്കേണ്ട കാര്യമില്ല, തൊട്ട് പറയണ അമ്മ നടക്കുന്നുണ്ട്, ഞാനിപ്പോൾ ചോദിച്ചാൽ മതിയല്ലോ. ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഡൺ. ഓക്കെ, അപ്പൊ ജെൻഡറിന്റെ സെക്സിന്റെ വേരിയേഷൻ മനസ്സിലായോ? വ്യത്യാസം എന്താണെന്ന് മനസ്സിലായോ? ഇനി മറക്കത്തില്ലെന്ന് എനിക്കറിയാം, ഇനി മറക്കൂല. ഓക്കെ, അപ്പൊ നോക്കിക്കേ. സെക്സ് കാറ്റഗറൈസസ് ഇൻഡിവിജ്വൽസ് ആസ് ബയോളജിക്കലി മെയിൽ ഓർ ഫീമെയിൽ. സെക്സ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബയോളജിക്കലി ഓരോ മനുഷ്യനെ മെയിൽ ആയിട്ടും ഫീമെയിൽ ആയിട്ടും തരംതിരിക്കുന്നുണ്ടാവും. ജെൻഡറിന്റെ ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിലിന് മസ്കുലിനിറ്റി ഉണ്ടാവണം, ഫീമെയിലിന് ഫെമിനിറ്റി ഉണ്ടാവണം എന്നാണ് പറയാം. അല്ലെ? ഒരു മെൻ ആയിട്ടുള്ള ആള് നല്ല മസ്കുലിൻ ആയിട്ട്, ലൈക്ക് മസിലൊക്കെ ആയിട്ട്, താടി മീശയൊക്കെ ആയിട്ട്, നല്ല ഘനഗംഭീരമുള്ള ഒച്ചയിൽ സംസാരിച്ച് എന്തോടാ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഭയങ്കര സ്ട്രെങ്ത് ആയിട്ട് നടക്കുന്ന ആളായിരിക്കണം ഒരു മെൻ എന്ന് പറയുന്നതാണ് സൊസൈറ്റിയുടെ ഒരു കൺസെപ്റ്റ്. അപ്പൊ അതുപോലെ തന്നെ ഒരു ഫീമെയിൽ ഭയങ്കര നാടൻകുണിങ്ങയായിട്ട്, കളവൊക്കെ വരച്ച്, മുട്ടോളം മുടിയൊക്കെ ആയിട്ട്, സാരിയൊക്കെ എടുത്ത്, മുല്ലപ്പൂ ഒക്കെ ചൂടി നടക്കുന്നതാണ് എന്ത് ഒരു പെൺകുട്ടി എന്നുള്ളതാണ് സൊസൈറ്റിയുടെ കൺസെപ്റ്റ് അല്ലെ? അപ്പൊ അതിന് നമ്മൾ ഫെമിനിറ്റി എന്ന് പറയും. എനിക്ക് ഇതിനെന്ത് കണ്ടിട്ട് ഫെമിനിറ്റി ഒന്നും തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നില്ല ഫെമിനിൻ ആണെന്നൊന്നും. എങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂ? പക്ഷെ ജെൻഡർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പറയുന്നത് കേട്ടോ. അതായത് ഒരു മെൻ എന്ന് പറയുന്നത് മസ്കുലാനിറ്റി ഉണ്ടാവണം, അതുപോലെ ഫീമെയിൽ എന്ന് പറയുന്നത് ഫെമിനിറ്റി ഉണ്ടാവണം എന്നാണ് പറയാം. അതുകൊണ്ട് തന്നെ ആളുകളുടെ എന്താ ഈ മസ്കുലാനിറ്റിക്കും ഫെമിനിറ്റിക്കും ഒക്കെ ചിലപ്പോൾ ഇപ്പൊ ഇങ്ങനൊന്നും ഇല്ല. അതാണ് ഇപ്പൊ അങ്ങനൊന്നും ഉണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. പക്ഷെ നമ്മളങ്ങനെ പറയുന്നില്ലെന്നേ ഉള്ളൂ. ഒരു 3/4 ആൾക്കാരുടെ മനസ്സിൽ ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. ഓക്കെ, ഇപ്പൊ ഈവൻ ഒരു മെയിൽ ആയിട്ടുള്ള ഒരു ചെക്കൻ, ആ ചെക്കൻ ഇങ്ങനെ വന്നിട്ട് അവന് ചിലപ്പോ സംസാരത്തിലൊക്കെ ചിലപ്പോ ഒരു വേരിയേഷൻ ഒക്കെ ഉണ്ടാവാം, ഒരു നാണമൊക്കെ അവന് ഉണ്ടാവാം. അന്നേരം നമ്മൾ പറയുന്നത് ഓ നീ പെണ്ണാണ്, പെണ്ണിനെ പോലെയാണ് പെരുമാറുന്നൊക്കെ പറഞ്ഞ് ചിലപ്പോ അവനെ കളിയാക്കിന്ന് വരാം. ചെയ്യാറില്ലേടാ? ദേ ആ അഭിനവിന്റെ ഒക്കെ ചിരി നോക്കിക്കേ. ഇവന്മാരൊക്കെ സ്കൂളിൽ പോയിട്ട് നിങ്ങളൊക്കെ സ്കൂളിൽ പോയിട്ട് പല പിള്ളേരെ എങ്ങനെ കളിയാക്കുന്നുണ്ടാവും. അവരൊക്കെ എന്തോ ഒരു ട്രോമറ്റൈസ്ഡ് ആവുമെന്ന് നിങ്ങൾക്കറിയാവോ? പക്ഷെ ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് ഓക്കെ, അത് ഡൺ. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള പിള്ളേരുടെ അടുത്തോ അങ്ങനെ എന്തെങ്കിലും പെരുമാറുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോട്ടോ അവരുടെ മൈൻഡിൽ അത് ഭയങ്കരമായിട്ട് ട്രോമറ്റൈസ്ഡ് ആയിട്ട് കിടക്കും. അവർ ജീവിതകാലം മുഴുവൻ അയ്യോ ഞാനിങ്ങനെ പുരുഷനായിട്ട് ജനിച്ചിട്ട് പെണ്ണായിട്ടാണ് ജീവിക്കുന്നത്, അങ്ങനെയുള്ള ഒരു തോന്നൽ അവരുടെ മൈൻഡിൽ ഉണ്ടാവും. അവർ സമൂഹത്തോട് മിണ്ടാണ്ടാവും, ഭയങ്കര ട്രോമറ്റൈസ്ഡ് ആയി പോകും. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ കളിയാക്കും. അത് നമ്മുടെ അന്നേരത്തെ സന്തോഷമാണ്, കൂട്ടുകാർ കൂടി നമ്മൾ കളിയാക്കും. പക്ഷെ എത്ര പിള്ളേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? ഈ ഒരു ഒറ്റ കേസ് പറഞ്ഞിട്ട് ഞാൻ പഠിപ്പിച്ച സ്കൂളില് ഒരു 5 പേര് ഗ്യാങ് ഉണ്ടായിരുന്നു. ഇവന്മാര് വന്നിട്ട് ഒരു പാവം പിടിച്ചൊരു ചെക്കൻ, ആ ചെക്കൻ നടക്കുമ്പോ അവന് ചെറിയൊരു ഇങ്ങനൊരു ആട്ടുണ്ട്. അതും പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ നടക്കണ പോലെയാണ് നടക്കുന്നത്, നിനക്ക് ആണുങ്ങളുടെ ഇതായിട്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞു. ആ ചെക്കൻ എന്ത് ചെയ്തു വെച്ചാൽ വീട്ടിൽ പോയിട്ട് ഫാനിൽ കെട്ടി തൂങ്ങി. ആലോചിച്ച് നോക്ക്. അപ്പൊ അതിന് എന്തോ ഒരു ഹേർട്ട് ആയിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് മെയിൻലി ഈ പാഠം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ മസ്കുലാനിറ്റി ഫെമിനിറ്റി ഒന്നും സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് നമുക്ക് വരാനുള്ളതല്ല. നമ്മുടെ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണോ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ആ ഒരു
ജീൻസ് എങ്ങനെയാണോ അങ്ങനെയാണ് നമ്മൾ പോകേണ്ടത്. അപ്പോ മെന്നിനെ നമ്മളെ എന്താ അതാണ് നമ്മളെങ്ങനെയാണോ നമ്മൾ അങ്ങനെ തന്നെ ജീവിക്കുക, അത്രേ ഉള്ളൂ. വേറെ ആർക്കും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളെ ചേഞ്ച് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ നല്ല ചീത്ത സ്വഭാവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറെ ചീത്ത സ്വഭാവങ്ങൾക്ക് ഉമ്മാർക്കൊക്കെ ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ആ ചീത്ത സ്വഭാവങ്ങളൊക്കെ മാറ്റി നല്ല സ്വഭാവം ആക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി എല്ലാരും മ്യൂട്ട് ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു പോട്ടെ. ഈ അണ്ടർലൈൻ ചെയ്യാനുള്ള കാര്യങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. എല്ലാരും പോയി കളിയാക്കാറുണ്ടാവും അല്ലെ? ആ കണ്ടോ, ആ കൊച്ചിനത് എന്തോ ഒരു വേദന ഉണ്ടാവും എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? ആ ഇനി അത് നീ ചെയ്യോ? ഇനി വേറെ ആരും അല്ല അതാ പറഞ്ഞത്. ഇനിയിപ്പൊ അഭിനവ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാ നീ ഒരു ചീത്ത കുട്ടിയാന്ന് ഞാൻ പറയും. നല്ല കാര്യം എനിക്ക. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ, മതി 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 മതി. അഭിപ്രായം പറയാനുള്ള സമയമൊക്കെ ഉണ്ട്, തരാം, പഠിപ്പിച്ചു തീർക്കട്ടെ. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് നോക്കിയേ, ജെൻഡർ റോൾസ് ആണ് നെക്സ്റ്റ് കേട്ടോ. The role is that expected behavior associated with a status and the term gender role ഇവിടെ നോട്ട് അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ. The term gender role refers to the societal expectations regarding what men and women should do, think, say and wear and how they should behave. അപ്പോൾ ജെൻഡർ റോൾ എന്ന് ഉദ്ദേശിക്കുന്ന സമൂഹത്തിന് ഒരു സ്ത്രീനെ കുറിച്ചോ ഒരു പുരുഷനെ കുറിച്ചുള്ള എന്താ കുറച്ച് ചിന്താഗതികളൊക്കെ ഉണ്ടാവും. അതായത് ഇങ്ങനെയാണ് ഒരു പുരുഷൻ ബിഹേവ് ചെയ്യാൻ പാടുള്ളൂ, എന്തൊക്കെയാണ് ഒരു പുരുഷൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു സ്ത്രീ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സ്ത്രീ ബിഹേവ് ചെയ്യേണ്ടത്, എന്തൊക്കെ വസ്ത്രങ്ങളാണ് ഒരു പുരുഷനും സ്ത്രീയും ധരിക്കേണ്ടത്, അങ്ങനെ ഒരുപാട് ചിന്തകൾ ആർക്കുണ്ടാവും, സമൂഹത്തിന് ഉണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സമൂഹത്തിന്റെ ആ ഒരു ചിന്തകളെയാണ് നമ്മള് ജെൻഡർ റോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ നോക്കിക്കേ, വാട്ട് men and women should do, എന്താണ് ഒരു സ്ത്രീയും പുരുഷനും ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എന്താണ് ചിന്തിക്കേണ്ടത്, think and say and wear, എന്താണ് പറയേണ്ടത്, എന്താണ് ധരിക്കേണ്ടത്, and how they should behave, എങ്ങനെയാണ് പെരുമാറേണ്ടത്. നമ്മുടെയൊക്കെ ചിലപ്പോ നേരത്തെയുള്ള പെരുമാറ്റം കണ്ടിട്ട് നിന്നൊന്നും ഞങ്ങൾ പെണ്ണായിട്ട് കൂട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? എനിക്ക് മനസ്സിലേക്ക് കേട്ടിട്ടുണ്ടോ? ആണുങ്ങളൊക്കെ ഇങ്ങനെ പെരുമാറാ, പെണ്ണുങ്ങൾ ഇങ്ങനെയല്ല പെരുമാറുക, അങ്ങനെയൊക്കെ പറഞ്ഞുള്ള വാക്കുകളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? അപ്പൊ അതെല്ലാം എന്തൊരു ഉദാഹരണമാണ്, ജെൻഡർ റോളുകൾക്ക് ഉദാഹരണമാണ് കേട്ടോ. അപ്പൊ ഓരോ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ്, ആറ്റിറ്റ്യൂഡ്, ആക്ഷൻസ്, ഇതെല്ലാം ഒരു ആണ് ഇങ്ങനെ ആക്ഷൻസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു പെണ്ണ് ഇങ്ങനെ നടക്കാൻ പാടില്ല, ചൂളം വിളിക്കാൻ പാടില്ല, കാലാട്ടാൻ പാടില്ല, അങ്ങനെ കുറെ 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 കാര്യങ്ങൾ ഇങ്ങനെ സമൂഹം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മസ്കുലാനിറ്റി ഫെമിനിറ്റി റിലേറ്റ് ചെയ്തിട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആ സമൂഹത്തിന്റെ സൊസൈറ്റിയൽ എക്സ്പെക്ടേഷൻസിനെയാണ് നമ്മൾ ജെൻഡർ റോൾ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുക. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കിക്കേ. No matter. നമ്മൾ അതിനെ പരിഗണിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആരും നമ്മളെ ഒന്നും പറയില്ല. പിന്നെ ഇഗ്നോർ ചെയ്തേക്ക. നമ്മൾ അതിന് പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാലാണ് അവന്മാർക്ക് കുറച്ചുകൂടെ എന്ത് തോന്നുക, ലൈക്ക് ഇനിയും പറയണം എന്നുള്ള തോന്നല് വരിക. വിട്ടേക്ക്. ഈ ചെവി കൂടെ കേറിയാലേ ഈ ചെവി കൂടെ കളയേണ്ട ആവശ്യമുള്ളൂ. ഈ ചെവി അങ്ങ് പൊത്തി പിടിച്ചേക്കുന്നത്. അറിയില്ലല്ലോ ഇവരെന്ത് ചെയ്യാൻ അറിയില്ലല്ലോ. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് വായിച്ചു നോക്കിയാ? വായിച്ചു. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ജെൻഡർ ആൻഡ് സോഷ്യൽ നോംസ്. എന്തായിരിക്കും സോഷ്യൽ നോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, there are certain norms around us which are unwritten but had existed in the society since time immemorial. They are known as social norms. ഇപ്പൊ ഇവിടെ തൊട്ട് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ.
Social norms are unwritten laws regarding belief, behavior, and attitude. They are considered acceptable in a certain social group or culture. Okay. ഇപ്പോ നിങ്ങളുടെ അടുത്തേക്ക് ജസ്റ്റ് പറയാറുണ്ട് എന്താ പീരിയഡ്സ് ഒക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമ്പലത്തിൽ കയറാൻ പാടില്ല, പള്ളിയിൽ കയറാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന അടുക്കളയിൽ പോകാൻ പാടില്ല, അങ്ങനെ അങ്ങനെ എന്തൊക്കെയൊക്കെയോ കാര്യങ്ങൾ പറയുന്നേക്കാം. അപ്പൊ ബോയ്സിന്റെ അടുത്താണെങ്കിലും ലൈക്ക് നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങളെ പറയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാ എന്താ കരയാൻ പാടില്ല, അങ്ങനെ കുറെ എന്താ ചെക്കന്മാര് കരയില്ല, ചെക്കന്മാര് ഭയങ്കര ബ്രേവ് ആണ്, പെൺകുട്ടികള് ഇങ്ങനെ പെരുമാറണം, അവര് എന്താ പറയാ ലൈക്ക് എന്താ പറയാ എല്ലാം സഹിക്കേണ്ട ആൾക്കാരായിരിക്കണം, അങ്ങനെയുള്ള കുറെ പണ്ട് തൊട്ടേ ഉള്ള കാര്യങ്ങളുണ്ട്. പണ്ട് തൊട്ടേ ഇങ്ങനെ പിന്തുടർന്ന് പോരുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പൊ എന്റെ എന്താ പറയാ ഒരു ബന്ധത്തിലുള്ള ഒരു അമ്മമ്മ പറയുന്ന കേൾക്കാം, എന്റെ അനിയത്തി ഒരു ദിവസം ഇങ്ങനെ ആ പടിയിൽ പോയിരുന്നു, അതായത് ഫ്രണ്ടിലെ വാതിലിന്റെ പടിയിൽ പോയിരുന്നു. പെൺകുട്ടികൾ ഇവിടെ ഇരിക്കാൻ പാടില്ല, അതെന്താ പെൺകുട്ടികൾ ഇരുന്ന് കഴിഞ്ഞാൽ പടി താഴത്തോട്ട് ഇടിഞ്ഞു പോകും. അതുപോലെയുള്ള കുറെ ചിന്താഗതികള് പണ്ട് തൊട്ടേ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമൂഹത്തിന്റെ ആ ഒരു കുറെ നാളുകൾക്ക് മുന്നേ തന്നെ കൊണ്ടുപോകുന്ന ബിലീഫുകൾ, ആചാരങ്ങളുമായിട്ടുള്ള വിശ്വാസങ്ങള്, അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് അത് റിഗാർഡ് ചെയ്തിട്ടുള്ള ബിലീഫുകള്, ആറ്റിറ്റ്യൂഡ്, ഒരു മെന്നിന്റെ ആറ്റിറ്റ്യൂഡ് വിമന്റെ ആറ്റിറ്റ്യൂഡ് തമ്മിൽ ഡിഫറൻസിയേഷൻസ് ഉണ്ട് എന്നുള്ള ചിന്തകളെ എല്ലാത്തിനെയും കൂടെയാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്, സോഷ്യൽ നോമുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോ ഗ്രീറ്റിംഗ് ആൻഡ് താങ്കിങ് ഇൻഡിവിജ്വൽസ് ആർ എക്സാമ്പിൾ ഓഫ് സോഷ്യൽ നോംസ്. ഇപ്പൊ സോഷ്യൽ നോമുകൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് ഗ്രീറ്റിംഗ്സും താങ്കിങ്ങും ഒക്കെ പറയാം കേട്ടോ. ഓക്കെ, അത്രയും കാര്യങ്ങളൊന്നും അണ്ടർലൈൻ ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കിക്കേ. കുറെ വർഷക്കാലമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിന്ന് പോരുന്ന ജെൻഡറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്താ പറയാ വിശ്വാസങ്ങളെയാണ് നമ്മള് സോഷ്യൽ നോമുകളായിട്ട് പറയാം. ഓക്കെ, ഡാൻസ് കളി കഴിഞ്ഞെങ്കിൽ ഇതൊന്ന് വായിച്ചോളൂ. ജോഗ്രഫി നമ്മുടെ തീർന്നല്ലോ. ഇന്നലത്തെ ആ ബാക്കി ക്ലാസ് ഒന്ന് മേടിച്ച് കാണണം കേട്ടോ, പകുതി ക്ലാസ്സിൽ പോയില്ലേ. നാജിൽ ഇന്നലെ എവിടെയായിരുന്നു ക്ലാസ്സില്? അനന്തു ഇന്നലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. നാജില് ആശുപത്രിയിലായിരുന്നു. ഓക്കെ. ഓ അഭിനവ് ഉറങ്ങി വീഴും. പോയി മൊബൈൽ ഇട്ടോടാ. നീ കണ്ണൊക്കെ പിടിച്ച് ഇങ്ങനെയൊക്കെ കാണിക്കണ എന്തോ അത് ഓരോരോ ആക്ഷൻസ് ആണ്. ഇവിടെ ചൂടേറെ ചർച്ച നടക്കുമ്പോ അവന് ഉറക്കം വരുന്നത്. ഓക്കെ, അടുത്ത നോക്കിക്കേ, ഇത് അണ്ടർലൈൻ ചെയ്ത് വായിച്ചു നോക്കിയോ, മ്യൂട്ട് ചെയ്ത് വെക്കന്റെ പിള്ളേരെ കലവില കൂട്ടാതെ. ഓക്കെ, അപ്പൊ ഇത് വായിച്ചു നോക്കിയോ എല്ലാരും? ഓക്കെ അല്ലേ? ഇനി ജെൻഡർ സ്റ്റീരിയോ ടൈപ്പുകളാണ് കേട്ടോ. അപ്പോ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സ്റ്റീരിയോ ടൈപ്പ് ചിന്താഗതികളുള്ള ആൾക്കാരുണ്ട്. അതായത് ഒരു മെന്നിന് ഇത്ര ക്വാളിറ്റീസ് വേണം, അതുപോലെ ഒരു വുമണിന് ഇത്ര ക്വാളിറ്റീസ് വേണം, ഇങ്ങനെ ആയിരിക്കണം ഒരു സ്ത്രീ, ഇങ്ങനെ ആയിരിക്കണം ഒരു പുരുഷൻ എന്നുള്ള ആ ഒരു ചിന്താഗതി ഇങ്ങനെ മനസ്സിൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ ആ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിന്താഗതി ഒരു കാരണവശാലും മാറ്റൂല എന്ന് ഇങ്ങനെ ശാഠ്യം പിടിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അതായത് നമ്മുടെ അപ്പന്മാരെ അമ്മമാരെയൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെങ്കിൽ പറഞ്ഞ് സമ്മതിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പോ നമുക്കത് ശരിക്കും പറഞ്ഞാൽ നടക്കത്തില്ല. അവരുടെ ചിന്താഗതി അവർ മാറാനോട്ട് തയ്യാറാവത്തും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മള് സ്റ്റീരിയോ ടൈപ്പുകൾ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോ ഒരു സമൂഹത്തിലെ സ്ത്രീകൾക്കും പുരുഷനും ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അവരുടെ ക്വാളിറ്റീസ് ഇങ്ങനെയൊക്കെയാണ് എന്ന് ഭയങ്കര തെറ്റായിട്ട് ധരിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. സ്ത്രീകൾ മാത്രമാണ് അടുക്കളയിൽ പണിയെടുക്കേണ്ടത്, സ്ത്രീകൾ മാത്രമാണ് പാത്രം കഴുകേണ്ടത്, അടിച്ചു വരേണ്ടത്, തുണി അലക്കേണ്ടത് എന്നുള്ള ചിന്താഗതികളൊക്കെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പുരുഷന്മാര് ജസ്റ്റ് ഓർഡർ ചെയ്യാൻ മാത്രം, ചായ ചോറ് അങ്ങനെയൊന്ന് ഓർഡർ ചെയ്യാൻ മാത്രമാണ് പുരുഷന്മാരുടെ പണി എന്നൊക്കെ ഇങ്ങനെയുള്ള ചിന്താഗതികൾ വളരെ മിസ്റ്റേക്കൺ ആയിട്ട് മനസ്സിൽ വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള ക്വാളിറ്റീസ് എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ മൈൻഡ് സെറ്റ് വെച്ചിരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്റ്റീരിയോ ടൈപ്പുകൾ എന്ന് വിളിക്കാം. എന്താ സ്റ്റീരിയോ types. Okay, many people generally see these things as their inherent qualities and which are mistaken by society as the quality of men and women. കുറെ ആൾക്കാരെ ഇങ്ങനെ ഈ പഴയ അപ്പന്മാരും അമ്മമാരും ഒക്കെ ഇങ്ങനെ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് ഇതൊക്കെ എന്തോ അടിപൊളിയാണ്, ഇങ്ങനെയാണ് ഒരു പുരുഷൻ വേണ്ടത്, ഇങ്ങനെയാണ് ഒരു സ്ത്രീ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഇങ്ങനെ കിടിലമായിട്ട് വിശ്വസിച്ച് വെച്ചേക്കുമായിരിക്കും. പക്ഷെ അതൊക്കെ എന്താ പൊട്ട തെറ്റായിരിക്കും.
അല്ലെ? നമ്മൾ നോക്കുക, അച്ഛേ ഇത് എന്ത് ചിന്താഗതി ഇത്, ഇങ്ങനെയുള്ള പൊട്ടത്തരം ചിന്തിച്ച് കൂട്ടി വെച്ചിരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്താ പറയാ, സ്റ്റീരിയോ ടൈപ്പുകൾ എന്ന് പറയാ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടംപോലെ സ്റ്റീരിയോ ടൈപ്പുകളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെന്ന് പറഞ്ഞ് മനസ്സിലാക്കാന്ന് പറയുന്നത് നമുക്ക് അത്ര പറ്റുന്ന ഒരു കാര്യമൊന്നും അല്ല. ഇപ്പോ ലൈക്ക് എന്താ പറയാ, ഇങ്ങനെയാണ് ഒരു ചെക്കൻ പെരുമാറേണ്ടത്, ഇന്ത്യൻ വസ്ത്രങ്ങളൊക്കെ ഒരു ചെക്കൻ ഇടാൻ പാടുള്ളൂ. ലൈക്ക് എന്താ പറയാ, എന്റെ ഒരു ഫ്രണ്ട് അവൻ മൂക്കൂത്തി. എന്താടാ മൂക്കൂത്തുന്നത് പെണ്ണുങ്ങൾക്ക് മാത്രം എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. അതാ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ചിന്താഗതി. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ ട്രാൻസ്ജെൻഡർ ആയിട്ട് മാറി എന്ന് വരെ പറഞ്ഞ് അവനെ കളിയാക്കി അങ്ങ് ലെവലിൽ എത്തിച്ച് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടോ? ഒരു കാര്യമില്ല. അപ്പോ എന്താണേലും ഇപ്പൊ ഈവൻ ജസ്റ്റ് ആ ഒരു മുക്കുത്തിയുടെ കാര്യമാണെങ്കിൽ പോലും അങ്ങനെയുള്ള ചിന്താഗതികളെല്ലാം, തെറ്റായിട്ടുള്ള കുറെ ചിന്താഗതികളെല്ലാം ഇങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്റ്റീരിയോ ടൈപ്പുകൾ എന്ന് വിളിക്കുക. ഓക്കെ, ഇവിടെ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇത്രയും കാര്യങ്ങളെ എന്നിട്ടൊന്ന് വായിച്ചു നോക്കിയേ. എന്താ പറയാ? സ്റ്റീരിയോ ടൈപ്പ് ഞാൻ ഈ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞ ഹെഡിങ് ഇച്ചിരി ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നേ ഉള്ളൂ. ഈ പാരഗ്രാഫിന്റെ ബാക്കി തന്നെയാ അത്. കൈ ഒടിഞ്ഞാലും ക്വിസിനൊന്നും ഒരു കുറവുമില്ല അല്ലെ? അത് പോയിട്ട് വരാം, മനസ്സിലായി. അതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, പ്രശ്നമില്ലാന്ന്. നിസ്കരിക്കാനൊക്കെയാണ് സമയം ചോദിക്കുന്ന, വേഗം പോയിട്ട് പോരാ, അതൊന്നും ഒരു പ്രശ്നമുള്ള കേസല്ല. നീ നിസ്കരിക്കാൻ പോകണ്ടടാ, നിന്റെ കൈ ഒടിഞ്ഞിരിക്കല്ല, നീ നിസ്കാരക്കാളല്ലേ, അതുകൊണ്ട് അവിടെ ഇരുന്നോ. നീ അവൻ ഉമ്മച്ചീനെ വിളിച്ച് ചോദിക്കാം, ഉമ്മച്ചി ഞാൻ നിസ്കരിച്ചോട്ടെ, ഇപ്പൊ നിസ്കരിക്കാൻ വിടാം കേട്ടോ. ഓക്കെ, അണ്ടർലൈൻ ചെയ്തല്ലോ അല്ലെ? നീ ഇങ്ങനെ ഒരു ഹെഡിങ് കൊണ്ടോ നോക്ക്. എന്തോ പറയാ? എന്തൊക്കെ വേണം നിനക്ക്? ടോപ്പ് ലാർജസ്റ്റ്, ഫസ്റ്റ് വൺ സഹാര, സെക്കൻഡ് വൺ എനിക്ക് നോക്കണം. കഴിഞ്ഞില്ല, ജസ്റ്റ് ഇത് അണ്ടർലൈൻ ചെയ്യാനല്ലേ പറഞ്ഞോളൂ. എന്താടാ ഒന്ന് വായിച്ചു നോക്കണ്ടേ കുഞ്ഞിയ പാരഗ്രാഫ്? പേജ് നമ്പർ എന്ന് പറഞ്ഞു നോക്കണം ആരെങ്കിലും? പേജ് നമ്പർ ആരെങ്കിലും പറയോ? നമ്പർ 159. ഓക്കെ, നീ വേറെ ഏതോ പേജ് എടുത്ത് വെച്ചിരിക്കുന്നത്. അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ, സ്റ്റീരിയോ ടൈപ്പുകൾ കേട്ടോ. ഓക്കെ, എടാ അത് ടോട്ടലി നമ്മൾ പോളാർ ഡെസേർട്സ് എന്നാണ് പറയാ, മനസ്സിലായി? അന്റാർട്ടിക്കും ആർട്ടിക്കും ഡെസേർട്സ് ലൈക്ക്. ഓക്കെ, പോളറൈസ്ഡ് ഡെസേർട്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ സ്റ്റീരിയോടൈപ്പിന്റെ ഒരു ഡെഫിനിഷൻ ആണ് കേട്ടോ. സ്റ്റീരിയോടൈപ്പ് ഈസ് എ സോഷ്യൽ ക്ലാസിഫിക്കേഷൻ ഓഫ് പീപ്പിൾ ഇൻടു ഗ്രൂപ്പ്സ് ബേസ്ഡ് ഓൺ oversimplified and generalized assumption. Stereotypes are formed on the basis of class, caste, religion, occupation, language, gender and likes. അപ്പൊ നമ്മുടെ എന്താ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ഇങ്ങനെ വേർതിരിച്ച് ഇങ്ങനെ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. എന്റെ ഒരു ഗ്രാൻഡ് മദർ ആയിട്ടുള്ള ലൈക്ക് അച്ഛന്റെ ഒരു ബന്ധത്തിൽപ്പെട്ടിട്ടുള്ള പുള്ളിക്കാരിയാണ്. അപ്പൊ വീട്ടിലൊക്കെ പണിക്ക് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് നമ്മളിപ്പോ ചില്ല് ഗ്ലാസ്സിലൊക്കെ ചായ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ അത് മാറ്റിയിട്ട് ആ പുള്ളിക്കാരി എന്ത് തന്നോടും? സ്റ്റീൽ ഗ്ലാസ് തന്നോടും. അപ്പൊ അങ്ങനെയുള്ള
വിശ്വാസങ്ങളും ചിന്താഗതികളും ഒക്കെ ഇങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള അസംഷൻസും ലൈക് ക്ലാസ്സിനെ ബേസ് ചെയ്തും കാസ്റ്റിനെ ബേസ് ചെയ്തും അവൻ ഇന്ന കാസ്റ്റിൽപ്പെട്ട ആളല്ലേ അവനൊന്നും കൊടുക്കണ്ട, അല്ലെങ്കിൽ അവൻ ഇന്ന റിലീജിയനിൽ പെട്ടുള്ള ആൾക്കല്ലേ, അല്ലെങ്കിൽ ഇന്ന ജോലി ചെയ്യുന്ന ആളല്ലേ, അല്ലെങ്കിൽ ഇന്ന ലാംഗ്വേജ് സംസാരിക്കുന്ന ആളല്ലേ, അങ്ങനെയുള്ള ചിന്താഗതികളല്ലേ ഇങ്ങനെ ഇതിന്റെ എല്ലാം പേരിലുള്ള വേർതിരിവുകളെല്ലാം മനസ്സിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതൊന്നും മാറ്റാൻ തയ്യാറല്ലാതെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്റ്റീരിയോ ടൈപ്പുകൾ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഡെഫിനിഷൻ പഠിക്കണം. ഈ ഡെഫിനിഷൻ ഒന്നാണ് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ചേരും കേട്ടോ. വാട്ട് ഈസ് സ്റ്റീരിയോ ടൈപ്പ് അല്ലെങ്കിൽ ഡിഫൈൻ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് 2 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊന്ന് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചേരും കേട്ടോ. ഓക്കെ, ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യുക. 2-3 മാർക്സ് ഇമ്പോർട്ടന്റ് ആണെന്ന് അവിടെ എഴുതിയാൽ മതി. ഓക്കെ, ഇനി മീഡിയയുടെ കേസിലോട്ട് വരുമ്പോൾ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കറി പൗഡറിന്റെ അല്ലെങ്കിൽ പാത്രങ്ങളുടെ അല്ലെങ്കിൽ കുക്കറി ലൈക്ക് അങ്ങനെയുള്ള സാധനങ്ങളിലേക്ക് പരസ്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻലി നമുക്ക് ആരെയായിരിക്കും കാണാൻ പറ്റുക? മെന്നിനെ ആയിരിക്കോ വുമണെ ആയിരിക്കും കാണാൻ പറ്റുക? വുമൺ. എന്തുകൊണ്ടാ അങ്ങനെ? എന്തേ പുരുഷന്മാർ ആ പരസ്യത്തിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ കറി പൗഡർ ആരും വാങ്ങിക്കത്തില്ലേ? വാങ്ങും. പക്ഷെ എന്തുകൊണ്ടായിരിക്കും സ്ത്രീകൾക്ക് കൂടുതൽ ഇങ്ങനെ സ്ത്രീകളാണ് പാത്രങ്ങളുടെ പരസ്യത്തിൽ അഭിനയിക്കേണ്ടത്, അല്ലെങ്കിൽ കറി പൗഡറിന്റെ പരസ്യത്തിൽ, അല്ലെങ്കിൽ വിമ്മിന്റെ പരസ്യത്തിൽ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പരസ്യത്തില് കിച്ചൺ പ്രൊഡക്ട്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹോം പ്രൊഡക്ട്സുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകളാണ് അഭിനയിക്കേണ്ടത് എന്നുള്ള ചിന്താഗതികൾ ഉണ്ടാവും അല്ലെ? അല്ലെങ്കിൽ പുരുഷന്മാർ ഇന്ന പരസ്യത്തിൽ മാത്രം അഭിനയിക്കാൻ പാടുള്ളൂ എന്നുള്ള ചിന്താഗതികളും ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ മീഡിയയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് സ്റ്റീരിയോ ടൈപ്പ് ചിന്താഗതികളുള്ള ആൾക്കാരെയാണ് നമ്മൾ മീഡിയ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പുകൾ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ കറി പൗഡറിന്റെ പരസ്യത്തിൽ ആരായിരിക്കും? വുമൺ ആയിരിക്കും. ഡിഷ് വാഷിന്റെയോ? ഡിഷ് വാഷ്, പാത്രം കഴുകുന്നത്. പിന്നെ ബൈക്കുകളിലെ കാറുകളിലെ പരസ്യത്തിൽ ആരായിരിക്കും? മെൻ ആയിരിക്കും. കോസ്മെറ്റിക്സ്, മേക്കപ്പ്, വുമൺ. സ്പോർട്സിന്റെ പ്രൊഡക്റ്റുകള്, മാൻ. പിന്നെ പാത്രങ്ങൾ, യൂട്ടൻസിൽസ്, സ്റ്റവ്, ടൂളുകള്, കിച്ചൺ ടൂളുകള്, ഇതിന്റെയൊക്കെ പരസ്യത്തിൽ ആരായിരിക്കും? വുമൺ. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിന്റെ പരസ്യത്തിൽ ആരായിരിക്കും? മെൻ. സിമന്റിന്റെ പരസ്യത്തിലോ? മാൻ. ഇതൊക്കെ എന്താ ആ ജെൻഡർ സ്റ്റീരിയോടൈപ്പ് ബേസിസിലുള്ള പരസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഈ ഏരിയകളൊക്കെ ഒന്ന് വായിച്ചിരുന്നാൽ മതി കേട്ടോ. നിങ്ങൾക്ക് എന്താണ് ആ തോട്ട് എന്നൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള ഏരിയാസ് മാത്രമാണിത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വായിച്ച് മനസ്സിലാക്കി ഇരിക്കാം. ഓക്കെ, പിന്നെ നോക്കിക്കേ, ലാംഗ്വേജും ജെൻഡർ സ്റ്റീരിയോടൈപ്പും. അതായത് നമ്മളിപ്പോ ലാംഗ്വേജ് ഇത് കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ലാംഗ്വേജസും നമ്മൾ എന്തിനു ഉപയോഗിക്കും? ജെൻഡർ ഡിഫറൻസിനായിട്ട് നമ്മൾ ഉപയോഗിക്കും. ജെൻഡർ ബയാസസിൽ നമ്മൾ നൗൺസിനെയൊക്കെ വെച്ചിട്ട് നമ്മൾ എന്താ ക്ലാസിഫൈ ചെയ്യുന്നുണ്ടാവും. ഇപ്പോ ഒരു എന്താ പറയാ കോമൺ വേർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് ജെൻഡർ ഒന്നും ഇല്ലാതെ ഈക്വൽ ആയിട്ട് പറഞ്ഞുകൂടാ? ഈ അടുത്ത് തന്നെ നിങ്ങൾക്ക് ഒരു സ്കൂളുകളിലെല്ലാം ഒരു വേരിയേഷൻ വന്നിട്ടുണ്ട്. സാറുമാരെ സാറേ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, ടീച്ചർമാരെ ടീച്ചറെ എന്ന് പറഞ്ഞ് വിളിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും എന്താ ടീച്ചേഴ്സ് ആണ്. ആരെയും പ്രത്യേകിച്ച് ജെൻഡർ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരെയും ടീച്ചേഴ്സ് എന്ന് വിളിച്ചാൽ മതി എന്ന് ഉള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഈ ജെൻഡർ സ്റ്റീരിയോടൈപ്പ് ചിന്താഗതികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഒരു നേഴ്സ്, അത് മെയിൽ നേഴ്സ് ആണോ ഫീമെയിൽ നേഴ്സ് ആണോ നമ്മൾ നോക്കുന്നുണ്ടോ? നേഴ്സേ എന്ന് തന്നെയല്ലേ വിളിക്കുക അല്ലെ? ഇപ്പൊ ഡോക്ടറും ഫീമെയിലും ഉണ്ട് മെയിലും ഉണ്ട്. നമ്മൾ എന്താ വിളിക്കുക? ഡോക്ടറെ എന്നാ വിളിക്കുക അല്ലെ? ഇപ്പൊ എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, എഞ്ചിനീയർ നമ്മൾ എന്താ വിളിക്കുക? എഞ്ചിനീയർ എന്ന് തന്നെയല്ലേ വിളിക്കുക. അവിടെ ലേഡി എഞ്ചിനീയറെ, ലേഡി ഡോക്ടറെ അങ്ങനെയൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ടോ? ഇല്ല. എന്തിനു വേണ്ടിട്ടാ ഇതൊക്കെ? ഈ ജെൻഡർ ബയാസസില് ലാംഗ്വേജ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റീരിയോടൈപ്പ് ചിന്താഗതികളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോ ലാംഗ്വേജിനെ നമ്മൾ ഇങ്ങനെ ജെൻഡർ ബയാസസിൽ തരംതിരിക്കുവാനായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ ചിന്താഗതികളെ എല്ലാം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ടീച്ചർ, എഞ്ചിനീയർ, നേഴ്സ് അങ്ങനെ ഒരുപാട് വേർഡുകൾ, ഇവിടെ ഡോക്ടർക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെ ഈ പറയുന്ന വേർഡുകളെല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ പറയുന്ന സ്റ്റീരിയോടൈപ്പ് ചിന്താഗതി, ലാംഗ്വേജ് ബയാസസിലുള്ള സ്റ്റീരിയോടൈപ്പ് ചിന്താഗതികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ആ എക്സാമ്പിളുകളും ആ മോളത്തെ പാരഗ്രാഫൊക്കെ ഒന്ന് വായിച്ചു നോക്കി. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിടണം കേട്ടോ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. ആരത്?
എല്ലാരോടും പറഞ്ഞത്, എല്ലാരോടും വായിക്കാൻ പറഞ്ഞത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാനുള്ള വേഗം അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ. സാർ മേഡം എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. അവര് ഡോക്ടേഴ്സ് ആണ്. ഡോക്ടർ അത് മതി കേട്ടോ. ഇതാണ് ഇത്. ഈ ഇങ്ങനെയുള്ള സ്റ്റീരിയോടൈപ്പ് ചിന്താഗതികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ വേർഡ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. കേട്ടാടാ? ഓക്കെ, ഇപ്പോ നമ്മുടെ ടെക്സ്റ്റില് ജെൻഡർ ബയാസ്ഡ് വയലൻസുകളെ റിലേറ്റ് ചെയ്തിട്ട് ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഇതിനകത്ത് നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ സ്ത്രീധനം ബേസ് ചെയ്തിട്ടുള്ള കേസുകള്, അല്ലെങ്കിൽ വീടുകൾ. അതെ അതെ. ഓക്കെ, അപ്പൊ സെക്ഷൽ അസോൾട്ടുകൾ ഉണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിനെ പബ്ലിക്കിൽ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ന്യൂസസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജെൻഡർ ബയാസസിലുള്ള വയലൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വയലൻസ് നേരിട്ടിട്ടുള്ളത് ആരായിരിക്കും? സ്ത്രീകളായിരിക്കും അല്ലെ? സ്ത്രീകളായിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ വയലൻസുകൾ നേരിട്ടിട്ടുണ്ടാവുക. പിന്നീട് എന്നാ വരുന്നത് എന്ത്? ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാര്. അതും കഴിഞ്ഞിട്ടാണ് പുരുഷന്മാരായിട്ടുള്ള ആൾക്കാരുടെ ലെവലുള്ളൂ. ഓക്കെ, അപ്പൊ ജെൻഡർ ബയാസസിലുള്ള വയലൻസിനും വേരിയേഷൻസ് ഉണ്ട്. എന്തുകൊണ്ട് ഈ പറയുന്ന വയലൻസ് നേരെ തിരിച്ചായിക്കൂടാ? മെന്നിന് എന്തുകൊണ്ട് അടി കിട്ടിക്കൂടാ? എല്ലാ സ്ത്രീധനത്തിന്റെ അട്രോസിറ്റീസും അല്ലെങ്കിൽ എന്താ പറയാ അസോൾട്ട്, സെക്ഷൽ അസോൾട്ടുകളും എല്ലാം നേരിടുന്ന ആരാ? സ്ത്രീകൾ തന്നെയാണ്. അതെന്ത് നേരെ തിരിച്ചായിക്കൂടാ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞുതരാൻ ജസ്റ്റ് വേണ്ടിയിട്ടാണ്. ഇങ്ങനെയുള്ള എന്താ പറയാ ജെൻഡർ ബയാസസിലുള്ള അസോൾട്ടുകളെല്ലാം മാക്സിമം കുറയ്ക്കുക എന്നാണ് മെയിൻലി അവിടെ എന്ത് പറഞ്ഞിരിക്കുന്നത്, ആ ഹെഡിങ്ങിൽ അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അവിടെ കുറച്ച് ന്യൂസുകളും സാധനങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ കേട്ടോ? ഇതൊക്കെ ജസ്റ്റ് നമ്മുടെ ആ ഒരു എന്താ ഇൻഫോർമേഷൻസിന് വേണ്ടിയിട്ട് മാത്രം ഉള്ളതാണ്. ഓക്കെ, ഇനി എ വേൾഡ് ഫ്രീ ഓഫ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. സ്ത്രീകള്, പുരുഷന്മാര്, അല്ലെങ്കിൽ പെണ്ണ്, ആണ്, അങ്ങനെയുള്ള വേർതിരിവുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ആവശ്യമുണ്ടോ? കാസ്റ്റിന്റെ പേരിലുള്ള തരംതിരിവ്, റിലീജിയന്റെ പേരിലുള്ള തരംതിരിവുകള്, അല്ലെങ്കിൽ ഇപ്പൊ എന്താ അയാളുടെ ജെൻഡറിന്റെ പേരിലുള്ള തരംതിരിവുകള്, അതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യമാണോ? ഒരിക്കലുമല്ല. ജെൻഡറിന്റെ പേരിലുള്ള ഡിസ്ക്രിമിനേഷനും കാര്യങ്ങളും ഒക്കെ ആര് നിരോധിച്ചിട്ടുണ്ട്? സുപ്രീം കോടതി നിരോധിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരാൾക്ക് അയാളുടെ ജെൻഡർ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. ഏത് ജെൻഡറിലാണോ അയാൾ ഉണ്ടെന്നുള്ളത് അയാൾക്ക് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ആ ജെൻഡറിലോട്ട് ചേഞ്ച് ചെയ്യാനുള്ള അവകാശവും നമ്മുടെ സുപ്രീം കോടതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ആർക്ക് വേണേലും ജെൻഡർ ഇക്വാലിറ്റിക്ക് എതിരെ, ലൈക്ക് ജെൻഡർ ഇക്വാലിറ്റി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ നമുക്ക് സംസാരിക്കുവാനുള്ള അവകാശവും ഉണ്ട്. ഓക്കെ, അപ്പോ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് സ്പെയിനിലൊക്കെ ഉണ്ടാവും. ഭയങ്കര വലിയൊരു പ്രശ്നമായിട്ടൊക്കെ ഈ ഇടയ്ക്ക് വന്നിട്ടുള്ളതാണ്. ഏകദേശം 200 സ്ത്രീകൾക്കൊക്കെ ജോലി നഷ്ടപ്പെടുക, അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം റിലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ജെൻഡറിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ തരംതിരിക്കുന്ന രീതിക്ക് നമ്മളൊരു അതിന്റെ എക്സിസ്റ്റൻസ് ഇല്ലാതാക്കി അതിനൊരു എൻഡ് കൊണ്ടുവരണം. അപ്പൊ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്റ്റീരിയോടൈപ്പ് ചിന്താഗതികളും നോമുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇല്ലാതാക്കിക്കൊണ്ട് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്ത ഒരു വേൾഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കണം എന്നാണ് ഇവിടെ പറയാം. ഓക്കെ കേട്ടോ? ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോ ഇതെല്ലാം നന്നായിട്ട് വായിക്കേണ്ട ഏരിയകളും കൂടിയാണ് കേട്ടോ. ഓക്കെ, നമ്മളോട് ഒരു കാര്യം കൂടെ ജസ്റ്റ് അതിനകത്ത് കൂടുതലായിട്ട് പറയുന്നുണ്ട്. ജെൻഡർ എന്താ കോൺസ്റ്റിറ്റ്യൂഷനിൽ ജെൻഡറിന്റെ കാര്യങ്ങളൊക്കെ എവിടെയാണ് പറയുന്നത്? ആർട്ടിക്കിൾ 14 കേട്ടോ. നമ്മുടെ ഭരണഘടനയില് ആർട്ടിക്കിൾ 14 15 ഒക്കെ എന്താ ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പൊ ജെൻഡർ ബേസ് ചെയ്തിട്ട് നമ്മളിപ്പോ എന്താ സെക്സിന്റെ അടിസ്ഥാനത്തിലോ ജെൻഡറിന്റെ അടിസ്ഥാനത്തിലോ ആളുകളെ തരംതിരിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ എവിടെ പറഞ്ഞിട്ടുണ്ട്? സുപ്രീം കോടതി 2014 പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനെ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അങ്ങനെ ഒരു കോളം ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ടോ? കണ്ടോ? അതിന്റെ സൈഡിൽ എഴുതി വെച്ചേ വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇത് ഉറപ്പായിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ നന്നായിട്ട് നല്ല ഉറപ്പിച്ച് ഓരോ ആർട്ടിക്കിളുകളും എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് പഠിച്ചു വെച്ചിരിക്കണം. ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് ഇക്വാലിറ്റി ഓഫ് ഓൾ ജെൻഡർ. ഏത് ജെൻഡറിൽ പെട്ടിട്ടുള്ള ആളാണെങ്കിലും എല്ലാവരെയും നമ്മൾ ഒരുപോലെ തുല്യരായിട്ട് കാണണം എന്നുള്ളതാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 15 നോക്കിക്കേ. There shall be no gender based discrimination against any individual. ഒരു
വ്യക്തികൾക്ക് നേരെയും ഒരു ഇൻഡിവിജ്വലിന് നേരെയും ജെൻഡർ ബേസിലുള്ള തരംതിരിവുകൾ ഉണ്ടാവാനായിട്ട് പാടില്ല. ഓക്കെ, നീ ഇന്ന ജെൻഡറിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തരം തിരിച്ചു വെക്കാനായിട്ട് പാടില്ല. ഒരു വ്യക്തിയുടെ നേരെ ജെൻഡർ ബേസിസിലുള്ള ഡിസ്ക്രിമിനേഷൻ പാടില്ല. ആൻഡ് ആർട്ടിക്കിൾ 16 വരും ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ ജെൻഡേഴ്സ്. എല്ലാ ജെൻഡറിലും പെട്ടിട്ടുള്ള, ഇപ്പൊ മെയിൽ ആയിക്കോട്ടെ, ഫീമെയിൽ ആയിക്കോട്ടെ, ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ, ഏതൊരു ജെൻഡറിലും പെട്ടിട്ടുള്ള ആളാണെങ്കിലും അവസരങ്ങൾ എല്ലാവർക്കും, ഇപ്പൊ ജോബ് ഓപ്പർച്യൂണിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, എല്ലാവർക്കും ഒരുപോലെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. പിന്നെയുള്ളത് ആർട്ടിക്കിൾ 19(1)(a) ആണ് കേട്ടോ. And all genders have the right to freely express their gender through their dress, behavior and action. അതായത് ഒരു വ്യക്തിക്ക് അയാൾ ഏത് ജെൻഡറിലാണെന്ന് തിരിച്ചറിയുവാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഡ്രസ്സ് വഴിയോ അയാളുടെ ബിഹേവിയർ വഴിയോ അയാളുടെ ആക്ഷൻ വഴിയോ അയാൾക്ക് ആ ജെൻഡർ സൂചിപ്പിക്കാവുന്നതാണ്. അത് ഫ്രീ ആയിട്ട് അയാൾക്ക് എക്സ്പ്രസ് ചെയ്യാം. അയാൾ ഏത് ജെൻഡറിലാണോ അങ്ങനെ ജീവിക്കാനുള്ള അവകാശം അയാൾക്ക് ഉണ്ട് എന്നാണ് ആർട്ടിക്കിൾ 19(1)(a) പറയുന്നത് കേട്ടോ. ഇനി ആർട്ടിക്കിൾ 21 വരുമ്പോൾ ഓൾ ജെൻഡേഴ്സ് ഹാവ് ദ റൈറ്റ് ടു ഡിഗ്നിറ്റി, ഇൻഡിവിജ്വൽ ലിബർട്ടി ആൻഡ് പ്രൈവസി. അതായത് ഏത് ജെൻഡറിൽ പെട്ടിട്ടുള്ള ആളായിക്കോട്ടെ അയാൾക്ക് എന്താ സമൂഹത്തിൽ നല്ല ഡിഗ്നിറ്റിയോട് കൂടിയിട്ട് നടക്കാനുള്ള എല്ലാവിധ അവകാശങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ എന്താ സ്വകാര്യതയ്ക്ക് അല്ലെങ്കിൽ പ്രൈവസിക്കുള്ള അവകാശവും ആർട്ടിക്കിൾ 21 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആർട്ടിക്കിൾ 15(a)(e) വരുമ്പോൾ ഇറ്റ് ഈസ് എ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഓഫ് ഇന്ത്യൻ സിറ്റിസൺ ടു റിനൗൺസ് പ്രാക്ടീസ് ഡെറോഗേറ്ററി ടു ദ ഡിഗ്നിറ്റി ഓഫ് വുമൺ. സ്ത്രീകൾക്ക് നേരെ ഉണ്ടാവുന്ന എന്തെങ്കിലും, സ്ത്രീകളുടെ അഭിമാനത്തിന് ദോഷകരമാകുന്ന രീതിയിൽ നടക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കാണുവാണ് എന്നുണ്ടെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കുവാനുള്ള എല്ലാ അവകാശങ്ങളും ഒരു ഇന്ത്യൻ പൗരനുണ്ട്. സ്ത്രീകൾക്ക് എന്തെങ്കിലുമൊക്കെ അക്രമങ്ങളോ കാര്യങ്ങളൊക്കെ നേരിടുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിനൊക്കെ എതിരെ പ്രവർത്തിക്കാനുള്ള അവകാശം ഓരോ ഇന്ത്യൻ പൗരനും ആർട്ടിക്കിൾ 15(a)(e) കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. നമുക്ക് ടോട്ടലി 6 ആർട്ടിക്കിളുകളാണ് ഉള്ളത്. ഇത് ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കും. നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ കേട്ടോ. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് വായിച്ചോളൂ എല്ലാവരും കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ടോട്ടലി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചർച്ചകൾക്കൊക്കെ വഴികൾ. നമുക്ക് കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് ചർച്ചിക്കായിരുന്നു. ഇന്ന് എനിക്ക് വേറൊരു ക്ലാസ് ഉള്ളത് കൊണ്ട് നമുക്ക് ചർച്ചിക്കാനുള്ള സമയങ്ങളെല്ലാം വളരെ കുറവാണ്. 7:30 വേറൊരു ക്ലാസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് 8 മണി വരെ ഇവിടെ നിന്ന് ചർച്ചിക്കായിരുന്നു. നോ ഇഷ്യൂസ്. എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു ഈ ചാപ്റ്റർ നിങ്ങളോട് കൂടി ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ സമയമില്ല, എന്ത് ചെയ്യാനാ. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 15, 14, 16, 19, 1(a) and 21, 15(a)(e) ഈ ആർട്ടിക്കിൾസ് എല്ലാം കൃത്യമായിട്ട് പഠിച്ചു വെച്ചോണം. ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കും. 4 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ. നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിന്റെ, ഇന്നലെ നമ്മൾ എടുത്ത ചാപ്റ്ററിന്റെ ചാപ്റ്റർ ടെസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേഗം എഴുതിയിട്ട് മാർക്കുകളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പോകായിരുന്നു. വേഗം എഴുതിക്കൊല്ലാരും. ക്വസ്റ്റ്യൻസ് എല്ലാം വായിച്ചു നോക്കിയിട്ട് ഓപ്ഷൻസും കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കണം കേട്ടോ. ചുമ്മാ തെറ്റിച്ച് വെക്കരുത്. യൂഷ്വലി നിങ്ങളുടെ പരിപാടി ഇതാണ്, ഓപ്ഷൻ ഒന്നും വായിച്ചു നോക്കാതെ ചുമ്മാ കൊണ്ടേ കുത്തി വെക്കും. സ്പീഡപ്പ് ആക്കിയോ? പൊളി. 20. ഇനി 20 ഉണ്ടോ? വേറെ ആരെങ്കിലും കഴിഞ്ഞോ? ഹൃദയ്, അനന്തു, അഫാൻ കഴിഞ്ഞോ? ഇല്ല, വേഗം ആയിക്കോട്ടെ. ഓക്കെ, എന്തായാലും എഴുതിക്കോളൂ കേട്ടോ. അപ്പൊ ഞാൻ ഇവിടുന്ന് മാർക്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തോളാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ റിവിഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോ നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് ടൈമിലെ ചാപ്റ്റേഴ്സ് ആയിരിക്കും ആദ്യം റിവിഷൻ ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിച്ചിട്ട് വരിക. അതിന്റെ മെറ്റീരിയൽസ് ഒക്കെ അയച്ചു തരുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്. Bye. Good night.